വീണ്ടും കോഴിക്കോടേക്ക് പോവുകയാണ്. കോഴിക്കോട്ടെ മലയോര മണ്ഡലമായ തിരുവമ്പാടിയിൽ ലിൻഡോ ജോസഫാണ് MLA. ലിൻഡോ വളരെ ജനകീയനാണെന്നാണ് CPM അവകാശപ്പെടുന്നത്. അതുപോലെയുള്ള മാർക്ക് ലിൻഡോയ്ക്കുണ്ടോ നോക്കാം. എങ്ങനെ ലിൻഡോ ജോസഫിനെ ജനം വിലയിരുത്തുന്നു? ലിൻഡോ ജോസഫിന്റെ മാർക്ക് 76.94. 77%. വലിയ മാർക്കാണ്. തിരുവമ്പാടി പോലും മണ്ഡലം MS തരുൺകുമാറിന് 82 കിട്ടിയത് മാവേലിക്കരയിൽ നമുക്ക് പൊളിറ്റിക്കലി അനുകൂലമാണ്. തിരുവമ്പാടി പോലും മണ്ഡലത്തിലെ ലിൻഡോ ജോസഫിന് 76.94 കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ജനകീയമാണ്. വളരെ സീനിയർ ആയിട്ടുള്ള CPM നേതാവ് പറഞ്ഞത് ഞങ്ങളുടെ പൊളിറ്റിക്കലി ഏറ്റവും വീക്കായ മണ്ഡലം തിരുവമ്പാടിയാണ്. പക്ഷേ ആസ് എ പേഴ്സൺ എന്നുള്ള നിലയിൽ ലിൻഡോ അവിടെ സ്ട്രോങ് ആണ്. വളരെ അത് എനിക്ക് തോന്നുന്നു ഈ 76.94 എന്ന് പറയുമ്പോൾ നമ്മൾ 200-210 പേരിൽ ഭൂരിഭാഗം ആൾക്കാർ 8, 9, 10 കൊടുക്കുന്നുണ്ടാണ്. അതിൽ വേറൊരു ഘടകം വളരെ ചുരുക്കം പേരായിരിക്കും 5-ൽ താഴെ കൊടുത്തിട്ടുണ്ടാവുക. രാഷ്ട്രീയ എതിരാളികൾ പോലും 6-7 കൊടുത്തിട്ടുണ്ടാവും. സംസ്ഥാനത്തെ MLA-മാരുടെ 140 MLA-മാരുടെ കണക്കെടുക്കുമ്പോൾ 13ാം റാങ്കിലാണ് ലിൻഡോ ജോസഫ്. 13ാം റാങ്കാണ് ലിൻഡോ ജോസഫിനുള്ളത്. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് കൂടി നമുക്കറിയണ്ടേ? തീർച്ചയായിട്ടും UDF-ന് മേൽക്കൈയുള്ള മണ്ഡലം. ലിൻഡോ ജോസഫിന്റെ എക്സെപ്ഷണൽ പെർഫോമൻസ് എന്ത് സംഭവിക്കും തിരുവമ്പാടിയിൽ? LDF ആണ് 49.38, UDF 45.20 മാത്രമേ ഉള്ളൂ. NDA 5.42, 4.18 ലീഡ്. 4.18 ലീഡ്. 5-ൽ താഴെ ആകുമ്പോൾ നിങ്ങളുടെ കണക്കനുസരിച്ച് നേരിയ മുൻതൂക്കം. ലിൻഡോ ജോസഫിന്റെ പ്രവർത്തനം മികവും കൊണ്ട് കിട്ടുന്ന മുൻതൂക്കം. അതെ, പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായിട്ടുള്ള ചോദ്യങ്ങൾക്കെല്ലാം വലിയ മുൻതൂക്കം കിട്ടിയ മണ്ഡല നമ്മുടെ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസ്. ഇപ്പം സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ടെന്ന് നമ്മൾ ആ മണ്ഡലം മാത്രം പരിശോധിച്ചാൽ അത് സർക്കാരിന് പ്രതികൂലമായിട്ടും പ്രതിപക്ഷത്തിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയെന്ന് വെച്ചാൽ പ്രതിപക്ഷത്തിന് മുൻതൂക്കം കിട്ടിയ മണ്ഡലമാണ്. അവിടെ MLA യുടെ പ്രവർത്തനം ഈ MLA മത്സരിക്കാൻ പോകുന്നു. MLA തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന് വിലയിരുത്തി നിങ്ങൾ ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ ഏത് മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിക്കും, അല്ല ആർക്കാണ് വോട്ട് ചെയ്യാന്ന് ചോദിക്കുമ്പോഴാണ് ലിൻഡോ ജോസഫ് എന്ന് കരുതിയ ആൾക്കാർ വോട്ട് രേഖപ്പെടുത്തുന്നത്. ആ മുൻതൂക്കമാണ് 4.18. ഇത് മൂടാണ്. ഇവിടെ അഖിൽ, എനിക്ക് തിരുവമ്പാടിയുടെ കാര്യത്തിൽ ഒരു കാര്യം ചോദിക്കാനുണ്ട്. അവിടെ മുസ്ലിം ലീഗ് സീറ്റ് വെച്ച് മാറി അവിടെ കോൺഗ്രസിന്റെയോ മറ്റൊരു സ്ഥാനാർത്ഥി ഒരുപക്ഷെ CP ജോണിനെ മത്സരിപ്പിക്കാൻ കരുതി വെച്ചിരിക്കുന്ന മണ്ഡലമാണെന്ന് പറയുന്നു. എന്തെങ്കിലും സംഭവിച്ചാൽ നിലവിൽ 76.86% സ്കോറൊക്കെ കിട്ടുന്ന ഒരു MLA സംബന്ധിച്ച് വലിയ പൊളിറ്റിക്കൽ ഫൈറ്റ് നടന്നാൽ പൊളിറ്റിക്കൽ ഫൈറ്റിൽ അവിടെ UDF-ന് വിജയിക്കാൻ സാധ്യതയില്ല. ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നടക്കാൻ സാധ്യതയില്ല. ഇദ്ദേഹത്തിനുള്ള പിന്തുണ കൊണ്ട് ആ സീറ്റ് നിലവിൽ ഇത് നിലനിർത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. പിന്നെ വേറെ തിരുവമ്പാടിയുടെ പല പ്രാവശ്യം ജയിച്ച് അവിടെ ഇടതുമുന്നണിക്ക് ഒരു എഡ്ജ്. ഇന്ന് നമ്മൾ ഈ റിസൾട്ട് പറയുമ്പോൾ ഇപ്പൊ വയനാട് തുരങ്കപാതയുടെ ബ്ലാസ്റ്റ് നടന്ന ദിവസമാണ്. അവിടെ അതിന്റെ അധ്യക്ഷൻ MLA ആയിരുന്നു. അവിടെ അധ്യക്ഷനിൽ ആ തുരങ്കപാതയ്ക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടായ്മയിൽ ഒരാൾ താമരശ്ശേരി അതിരൂപതയുടെ ബിഷപ്പാണ്. അപ്പൊ ആ അതിരൂപതയുടെ നമുക്ക് സാമ്പിൾ പരിശോധിക്കുമ്പോൾ ഒരു മതവിഭാഗം പരിശോധിക്കുമ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ലിൻഡോയുടെ സപ്പോർട്ട് കാണുമ്പോൾ നമുക്കറിയാം അവര് രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ലിൻഡോയെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടുത്തെ സാമ്പിളുകൾ നമ്മൾ തുരങ്കപാതയുടെ കാര്യത്തിൽ ഇത്രയും വലിയൊരു പ്രോജക്ട്, ഒരുപാട് എതിർപ്പുണ്ടാകുമെന്ന് വിചാരിച്ച പ്രോജക്ട് ഇത്ര പെട്ടെന്ന് അതിന്റെ പണി തുടങ്ങുമെന്ന് ആരും വിചാരിച്ചില്ല. തീർച്ചയായിട്ടും എന്തായാലും മത്തായി ചാക്കോയും പുതിയ അപ്ഡേഷൻ തിരുവമ്പാടിയും പട്ടാമ്പിയും തമ്മിൽ വെച്ച് മാറുന്നു. ലീഗ് പട്ടാമ്പി സ്വീകരിക്കുന്നു, തിരുവമ്പാടിയിൽ കോൺഗ്രസിന് കൊടുക്കുന്നു. ഒരുപക്ഷെ കോൺഗ്രസ് തന്നെ മത്സരിക്കും, അല്ലെങ്കിൽ ഘടകകക്ഷി CP ജോണിനെ പോലെ ആർക്കെങ്കിലും കൊടുക്കും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മൂഡ് LDF-ന് അനുകൂലമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ലിൻഡോ ജോസഫിന്റെ പെർഫോമൻസ് ആണ്. ലിൻഡോ ജോസഫിനെ ജനങ്ങൾ അകമഴിഞ്ഞു പിന്തുണയ്ക്കുന്നു. ഞാൻ ജെൻഡർ പരിശോധിക്കുകയാണെങ്കിൽ 102 സാമ്പിളാണ് സ്ത്രീ സാമ്പിളോളം വരുന്നത്. അതിൽ എല്ലാ സ്ത്രീ സാമ്പിളുകളും 8-9 മാർക്കാണ്. അപ്പൊ സ്ത്രീകളുടെ വലിയൊരു പിന്തുണ ലിൻഡോയ്ക്ക് അവിടെ ഉണ്ട്. നമ്മളിപ്പോ സർവേ മൊത്തത്തിൽ പരിശോധിക്കുമ്പോഴും പുരുഷന്മാരാണ് കുറച്ചും കൂടി പൊളിറ്റിക്കലി അവർ സ്ട്രോങ് ആണ്. അവർ മുന്നണിക്ക് വോട്ട് ചെയ്യും. കക്ഷി രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് വോട്ട് ചെയ്യും. സ്ത്രീകൾ കുറച്ചുകൂടി എമോഷണലി ആണ്. അവരുടെ വോട്ടിനെ കുറെ എമോഷണൽ ഫാക്ടേഴ്സ്, ശബരിമല, ആളുകളുടെ സ്ഥാനാർത്ഥിത്വം, പ്രവർത്തനം എല്ലാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സ്ത്രീ വോട്ടർമാരുടെ വലിയ പിന്തുണ ഇവിടെ അതാണ് ഈ സ്കോറിൽ പ്രതിഫലിക്കുന്നത്.